വാർത്തയിലേക്ക്. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു. സിദ്ദിഖിന്റെ മകൻ റിയാസ് ആണ് മരിച്ചതിൽ ഒരാൾ. ഒഴുക്കിൽപ്പെട്ട മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയുമാണ്. വിവരങ്ങളുമായി അരുൺ പാറക്കിൽ തത്സമയം ചേരുന്നുണ്ട്. അരുൺ, 2 കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്നത് തുടരുകയാണോ? പ്രജന, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. എരഞ്ഞിപ്പുഴ സ്വദേശി അഷ്റഫിന്റെ മകൻ യാസിനാണ്, 13 വയസ്സാണ്. കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 2:30ക്കാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ്. നേരത്തെ ഒരു കുട്ടിയെ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റും വഴിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ വീണ്ടും ഒരു കുട്ടിയെ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരാളെയാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ടീമും ഒക്കെ നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. ഇനി മജീദിന്റെ മകൻ സമദ്, എരഞ്ഞിപ്പുഴ സ്വദേശി മജീദിന്റെ മകൻ സമദ് 13 വയസ്സാണ്. കുട്ടിയെ കൂടി കണ്ടെത്താനുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ യാസിന്റെ മൃതദേഹം കിട്ടിയ അതേ ഭാഗത്തു നിന്നാണ്. മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട 3 കുട്ടികളും ബന്ധുക്കളായിരുന്നു. ഇവർ ഈ പുഴയിലേക്ക് കുളിക്കുന്നതിന് വേണ്ടി വന്നതായിരുന്നു. നേരത്തെ മരിച്ച എരഞ്ഞിപ്പുഴ സിദ്ദിഖിന്റെ മകൻ റിയാസിന്റെ അമ്മയോടൊപ്പമായിരുന്നു ഈ 3 കുട്ടികളും വന്നത്. ഈ പുഴയിൽ കളിക്കുന്നതിനിടയിൽ 3 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. തുടർന്ന് അമ്മ ബഹളം വെച്ച് നാട്ടുകാരെ വിവരമറിയിച്ചപ്പോൾ അമ്മയും ഈ നിലയില്ലാ കാര്യത്തിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം സമീപത്തെ കെട്ടിടം പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളാണ് അമ്മയെ രക്ഷപ്പെടുത്തിയത്. അമ്മയെ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് മരണപ്പെട്ട 2 കുട്ടികളെയും ഈ ചെർക്കളയിലെ ആശുപത്രിയിലേക്ക് അവരുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സമതിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അരുൺ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വടംകെട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ തിരച്ചിലൊക്കെ നടക്കുന്നത്. ഈ ആഴമുള്ള ഭാഗത്തേക്കാണോ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയത്? നേരത്തെയും ഇതുപോലെ ഈ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് അതേക്കുറിച്ച് അവിടുത്തുകാർ പറയുന്നത്? സജിനി, ആഴമുള്ള പ്രദേശമാണ് ഈ ഭാഗം എന്നാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു, ഈ ഭാഗത്തെ നേരത്തെയും ഒരു തോണി അപകടമൊക്കെ ഉണ്ടായിരുന്നു, ആഴമുള്ള ഭാഗമാണ് എന്ന് പറഞ്ഞത്. പക്ഷേ നാട്ടുകാരൊക്കെ കുളിക്കാനും മറ്റാവശ്യത്തിനും ഈ പുഴയെ ആശ്രയിച്ചിരുന്നു. ഈ റിയാസും അതുപോലെ തന്നെ യാസിനും സമതും റിയാസിന്റെ മാതാവിനൊപ്പം കുളിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. ആ സമയത്ത് കുട്ടികൾ പുഴയിൽ കളിക്കുകയായിരുന്നു. ഇതിൽ 2 കുട്ടികൾക്ക് നീന്താനും അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ അപകടത്തിൽപ്പെട്ടു കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ കുട്ടികളുടെ മാതാവും റിയാസിന്റെ ഉമ്മയും അപകടത്തിൽപ്പെടുകയായിരുന്നു. തൊഴിലാളികൾ പിന്നീട് ഉമ്മയെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് മാറ്റി. ഏതായാലും ഈ പുഴയിൽ, അതായത് എരഞ്ഞിപ്പുഴയിൽ ചെളിയും താഴ്ചയും നല്ല അടിയൊഴുക്കും ഉണ്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അതാണ് ഈ തെരച്ചിലിനെ ഇപ്പോൾ ഒരു പ്രയാസം ഏറുന്നത്. എന്തായാലും സമതിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. പ്രജി, അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിലാണ് കുളിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വരുന്നത്. ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അവിടെ.